മ്യൂസിക്കിനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? എന്നാൽ നമുക്കൊരു മ്യൂസിക്കൽ ജേണി ആയാലോ? നമ്മുടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ശ്രുതിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഈ പ്ലേസിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങളിവിടെ വന്നത് സാറ്റർഡേ ആണ്, വീക്കെൻഡിൽ ടിക്കറ്റ് ചാർജ് ഇത്തിരി കൂടുതലാണ്, 250 ആണ്. നിങ്ങൾ വീക്ക് ഡേയ്സിൽ വന്നാൽ മതി, 150 കൊടുക്കണ്ടു. അപ്പോൾ നമുക്ക് മ്യൂസിക്കിൻ്റെ ഒറിജിനെ പറ്റിയും ഡെവലപ്മെൻറ്റിനെ പറ്റിയും ഒക്കെ ഒരു ലേണിംഗ് പ്രോഗ്രാം പോലെ ഫീൽ ചെയ്ത് മനസ്സിലാക്കി തരും. പിന്നെ കിഡ്സിനായാലും അഡൽട്ടിലായാലും നല്ലൊരു ഫൺ ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്യാനും നമ്മുടെ പിച്ചൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. നമ്മുടെ എല്ലാ വെറൈറ്റി ഫോംസും ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. കർണാട്ടിക് ആയാലും ഹിന്ദുസ്ഥാനി ആയാലും ഒക്കെ ഇവരിവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടച്ചൊക്കെ അവർ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണെന്നേ പറയുള്ളൂ. JP നഗറിലാണ് ഇത് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഇൻട്രാക്റ്റീവ് മ്യൂസിയമാണ് ഇന്ത്യൻ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആയത് ഒരു 11 o'clock ഒക്കെ ആയപ്പോഴാണ് ഓപ്പൺ ആയത്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ എക്സിബിറ്റ് ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗാന്ധിജി MS സുബ്ബലക്ഷ്മിക്ക് എഴുതിയിരുന്ന ഒരു ലെറ്ററാണ്. അങ്ങനെ ഞങ്ങളിന്ന് ഒരു 11 o'clock ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് യൂഷ്വൽ ട്രാഫിക് ഉണ്ടായിരുന്നു. 11:30 ആകുമ്പോഴേ ഇവിടെ എത്തിയുള്ളൂ. നമ്മളൊരു 2 hours ഒക്കെ സ്പെൻഡ് ചെയ്തു. ഒരു 2 hours ഒക്കെ അടിപൊളി ഫണ്ണായിട്ടാണ് തോന്നിയത്. അപ്പം മ്യൂസിക് ലവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കിത്. ഔട്ട്ഡോറിലായാലും കുറേ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട് ഈ ഷോർട്സിൽ 3 minutes വന്നതിന് ശേഷം ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു ഫസ്റ്റ് വ്ളോഗ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടം പോലെ സ്പോട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിശന്നിട്ട് ഞങ്ങൾ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ബിരിയാണിയാണ് കഴിച്ചതെങ്കിലും കൊള്ളില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഡാൻസ് സ്കൂളിലേക്ക് പോയി. ആമിയുടെ ഒരു ഡാൻസ് ക്ലാസ്സിൻ്റെ എൻക്വയറിക്കായിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്തു. പിന്നെ അവർ കുറച്ച് പാർക്കിൽ പോയി. അതിഥിക്കായാലും ആമിക്കായാലും കുറേ നേരം കളിക്കാനൊക്കെ പറ്റി. ലാസ്റ്റ് പിരിയുമ്പോൾ പിണങ്ങിയിട്ടാണ് പിരിഞ്ഞത്.